Alankara in Sanskrit means literally that which adorns, that means ornaments. Thus, they are the ornaments of the poetry. There may not even a single sentence in Sanskrit works which does not have an alankara, whereas it is a luxury in English poetry. The beautiful similarity which is enhancing the meaning of the sentence is known as upama. That is, the beautiful similarity which is enhancing the meaning of the sentence is known as upama. There are two kinds of upama basically known as purnopama, that is complete upama, and luptopama, elided upama. ഉപമാലങ്കാരം. ഉപമ യത്ര സാദൃശ്യ ലക്ഷ്മീ രുല്ലസതി ദ്വയോഹോ എന്നാണ് ഉപമാലങ്കാരത്തിൻ്റെ ലക്ഷണം. യത്ര ദ്വയോഹോ സാദൃശ്യലക്ഷ്മീ ഉല്ലസതി തത്ര ഉപമ. തത് വിപന്നത്വേ സതി തദ്ഗതഭൂയോ ധർമ്മവത്വം സാദൃശ്യം. തദിദ്ഭിന്നത്തെ സതി തദ്ഗതഭൂയോ ധർമ്മവത്വം സാദൃശ്യം. ഏതൊരു കാവ്യത്തിൽ രണ്ടു വസ്തുക്കൾ തമ്മിലുള്ള സാദൃശ്യം സ്പഷ്ടവും വ്യക്തമായും വാക്കുകളെ കൊണ്ട് പ്രതിപാദിച്ചിരിക്കുന്നുവോ അവിടെ ഉപമ അലങ്കാരം ഉപമയാകുന്നു. ഏതൊരു കാവ്യത്തിൽ രണ്ടു വസ്തുക്കൾ തമ്മിലുള്ള സാദൃശ്യം സ്പഷ്ടവും വ്യക്തമായും വാക്കുകളെ കൊണ്ട് പ്രതിപാദിച്ചിരിക്കുന്നുവോ അവിടെ അലങ്കാരം ഉപമയാകുന്നു. ഉപമാലങ്കാരത്തിൽ 4 ഘടകങ്ങളുണ്ട്. അവയാണ് ഉപമേയം. ഫസ്റ്റ് വൺ ഈസ് ഉപമേയം. ദാറ്റ് മീൻസ് ലെറ്റ് us understand these 4 ingredients which are necessary for പൂർണ്ണോപമ. നമ്മൾ ആദ്യം പറഞ്ഞു there are 2 kinds of ഉപമ basically known as പൂർണ്ണോപമ and ലുപ്തോപമ. പൂർണ്ണ ലുപ്തേത്യലങ്കാര ജ്ഞൈസാ തിദോദിത. ഉപമാനം ചോപമേയം ധർമ്മ വാചകമിത്യതഃ ചതുഷ്ടയ മുപാത്തം ചേൽസാഹി പൂർണ്ണോപമ മത. അതായത് the specialists of Alankara science say that there are 2 types of upama. First one is purnopama, that is complete upama, and the second one is luptopama, that is elided upama. If the upama has all of the following four elements, if the upama has all of the following 4 elements, it is പൂർണ്ണോപമ. എല്ലാ 4 എലമെൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെന്നെ പൂർണ്ണോപമയാണെന്ന് പറയാം. അതർവൈസ് ഇറ്റ് ഈസ് ലുപ്തോപമ, അല്ലെങ്കിൽ എന്താണ് ലുപ്തോപമ. ഏതൊക്കെയാണ് 4 എലമെൻറ്റ്സ്? ഉപമേയ, ഉപമാന, ധർമ്മ ആൻഡ് വാചക. ലെറ്റ് us understand these 4 ingredients which are necessary for പൂർണ്ണോപമ. First one is ഉപമേയ. It is the thing which is to be compared. അതായത് ഉപമേയം എന്ന് പറയുന്നത് എന്താണ്? ഏതു വസ്തുവിനെയാണോ വർണ്ണിക്കുന്നത് ആ വസ്തുവിനെയാണ് നമ്മൾ ഉപമേയം എന്ന് പറയുന്നത്. അതായത് വർണ്ണ്യം, പ്രസ്തുതം, പ്രകൃതം, വിഷയം എന്നിവയാണവ. രണ്ടാമത്തെയാണ് ഉപമാനം. ഏതിനോടാണോ സാദൃശ്യപ്പെടുത്തുന്നത് ആ വസ്തുവാണ് ഉപമാനം. അവർണ്യം, അപ്രസ്തുതം, അപ്രകൃതം, വിഷയി. ഇറ്റ് ഈസ് ദ തിങ് to which the upameya is compared. And third one is സാധാരണ ധർമ്മം, that is ധർമ്മ. സാധാരണ ധർമ്മം എന്താണ്? ഉപമേയത്തിനും ഉപമാനത്തിനും പൊതുവായുള്ള ധർമ്മം. ധർമ്മ മീൻസ് ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് which is common in both the above mentioned things. It is the characteristics which is common in both the above mentioned things. And the fourth one is ഉപമാവാചക ശബ്ദം. ഉപമേയങ്ങളെ യോജിപ്പിക്കുന്ന പദമാണിത്. അതായത് ഇറ്റ് ഈസ് ദ ഗ്രമാറ്റിക്കൽ വേർഡ് വിച്ച് ഡിനോട്ട്സ് ഈക്വാളിറ്റി. ഈ 4 ഘടകങ്ങളും സ്പഷ്ടമായി പ്രതിപാദിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? പൂർണ്ണോപമ. ഹംസീവ കൃഷ്ണ തേ കീർത്തി സ്വർഗംഗാം അവഗാഹതെ
നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, എന്താ ഉപമാലങ്കാരത്തിൻ്റെ ലക്ഷണം? ഉപമാ യത്ര സാദൃശ്യലക്ഷ്മീരുല്ലസതി ദ്വയോഹോ എന്നാണ് ഉപമാലങ്കാരത്തിൻ്റെ ഉദാഹരണം. ഇനി അതിന് ഇവിടെ ഉദാഹരണം പറയുന്നതാണ് ഹംസീവ കൃഷ്ണ തേ കീർത്തി സ്വർഗംഗാം അവഗാഹതേ എന്നാണ് ഉപമാലങ്കാരത്തിൻ്റെ ഉദാഹരണം. ഹേ കൃഷ്ണ തേ കീർത്തി, അല്ലയോ കൃഷ്ണ, തേ കീർത്തി അങ്ങയുടെ കീർത്തി, ഹംസീവ ഹംസിയെപ്പോലെ, അതായത് അരയന്നപ്പിട പോലെ, സ്വർഗംഗാം ആകാശഗംഗ, സ്വർഗത്തിലെ ഗംഗ എന്ന് പറഞ്ഞാൽ ആകാശഗംഗയിൽ, അവഗാഹതേ മുങ്ങുന്നു. ഈ ഉദാഹരണത്തിൽ എന്താണ്? കീർത്തി എന്ന് പറയുന്നത് ഉപമേയവും ഹംസി എന്ന് പറയുന്നത് ഉപമാനവും സ്വർഗംഗാമവഗാഹനം അതായത് സാധാരണ ധർമ്മവും ഇവ ഉപമാവാചക ശബ്ദവുമാണ്. ഹംസീവ എന്ന് പറഞ്ഞാൽ ഇവ ഉപമാവാചക ശബ്ദവുമാണ്. ഈ ഉദാഹരണത്തിൽ ഉപമാലങ്കാരം വാക്കുകളെ കൊണ്ട് പറയേണ്ടതായ 4 ഘടകങ്ങളും സ്പഷ്ടമായി പ്രതിപാദിച്ചിരിക്കുന്നതിനാൽ ഇവിടെ അലങ്കാരം എന്താണ്? പൂർണ്ണോപമയാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ഉപമയെ നമ്മൾ 2 തന്നിരിക്കേണ്ട. ഒന്നാമത്തത് പൂർണ്ണോപമ, രണ്ടാമത്തത് ലുപ്തോപമ. ഇതിലെ ലുപ്തോപമ എന്താണ്? വർണ്യാപമാന ധർമാണാം ഉപമാവാചകസ്യ ച ഏകദ്വിത്രയ അനുപാദാനാദിപന്ന ലുപ്തോപമാഷ്ടത എന്താണ്? വർണ്യാപമാന ധർമാണാം ഉപമാവാചകസ്യ ച ഏകദ്വിത്രയനുപാദാനാദിപന്ന ലുപ്തോപമാഷ്ടത. ഉപമാന, ഉപമേയ, സാധാരണധർമ്മം, ഉപമാവാചക ശബ്ദങ്ങളിൽ ഏതെങ്കിലും 1 2 അതിലധികമോ ഘടകങ്ങളെ വാക്കുകളെ കൊണ്ട് പ്രതിപാദിച്ചിട്ടില്ല എങ്കിൽ എന്താണ്? ആ അലങ്കാരം എന്തായിത്തീരും? ലുപ്തോപമയായിരിക്കും. ഉപമാന, ഉപമേയ, സാധാരണധർമ്മ, ഉപമാവാചക ശബ്ദങ്ങളിൽ ഏതെങ്കിലും 1 2 അതിലധികമോ ഘടകങ്ങളെ വാക്കുകളെ കൊണ്ട് പ്രതിപാദിച്ചിട്ടില്ലെങ്കിൽ ആ അലങ്കാരം എന്തായിരിക്കും? ലുപ്തോപമയായിരിക്കും. പ്രധാനമായും ലുപ്തോപമ 8 വിധത്തിൽ വരാം. ഒന്നാമത്തെയാണ് വാചക ലുപ്ത. ഏതാണ്? വാചക ലുപ്ത. ലുപ്ത എന്ന് പറഞ്ഞാൽ ലുപ്തോപമയാണ്. അപ്പോൾ വാചകം. അടുത്തത് വാചകോപമേയ ലുപ്ത. വാചകോപമേയ ലുപ്ത. മൂന്നാമത്തേണ് ധർമാപമാനലുപ്ത, ധർമ്മലുപ്ത, ഉപമാനലുപ്ത, ധർമ്മോപമാന വാചകലുപ്ത, ധർമ്മവാചകലുപ്ത, വാചകോപമാന ലുപ്ത. ഇതൊക്കെയാണ് എന്താണ്? ലുപ്തോപമയ്ക്ക് പ്രധാനമായും 8 വിധത്തിൽ നമുക്ക് തിരിക്കാം. അവയൊക്കെയാണ് ഇത്. തടിദ്ഗൗരീന്ദു തുല്യാസ്യ കർപ്പൂരന്തീദൃശോർമമാം കാന്ത്യാസ്മര വധൂയന്തി ദൃഷ്ടാ തന്വി രഹോമയാ യത്തയാ മേളനം തത്ര ലാഭോ മേ യച്ഛ തദ്രദേഹ തദേതത്കാത്കതാലീയ മവിതർക്കിത സംഭവം. തടിദ്ഗൗരീന്ദു തുല്യാസ്യ കർപ്പൂരന്തീദൃശോർമമ കാന്ത്യാസ്മരവധൂയന്തി ദൃഷ്ടാ തന്നീരഹോമയാ യത്തയാ മേളനം തത്ര ലാഭോ മേ യച്ഛ തദ്രദേഹ തദേതത്കാഗതാലീയ മവിതർക്കിത സംഭവം.